ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകനിൻ താങ്ങും തണലുമാ. സുഭാഷിതം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. സോ പൈലേറ്റ്, wanting to gratify the crowd, released Barabbas to them, and he delivered Jesus after he had scourged him to be crucified. റോമാ സാമ്രാജ്യത്തിന്റെ പ്രതിപുരുഷനായിരുന്ന പീലാത്തോസ് എന്ന ഗവർണർ യേശുവിനെ എന്തുകൊണ്ടാണ് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് ഈ വാക്യത്തിൽ വ്യക്തമായി കാണുന്നു. സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ പലതവണ പീലാത്തോസ് യേശുവിന് അനുകൂലമായി സംസാരിക്കുന്നത് നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഈ അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട്, യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുക പതിവുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരുടെയും പുരുഷാരത്തിന്റെ ആവശ്യപ്രകാരം ബർബാസിനെ വിട്ടുകൊടുക്കുവാൻ പീലാത്തോസ് തുനിയുന്നു. പീലാത്തോസ് അവരോട് യേശു എന്ത് ദോഷം ചെയ്തു എന്ന് ചോദിക്കുന്നു. മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് അവൻ പുരുഷാരം കാണെ കൈ കഴുകി. പീലാത്തോസ് യേശുവിനെ വിടുവിപ്പാൻ ഇച്ഛിച്ചു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് 23:22 വായിക്കുന്നത്, അവൻ മൂന്നാമതും അവരോട്, യേശു ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായത് ഒന്നും അവനിൽ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ പീലാത്തോസ് യേശുവിനെ പുരുഷാരത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തില്ല എങ്കിൽ തന്റെ സ്ഥാന പദവിക്ക് ഭീഷണി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി. നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടും മിണ്ടാതിരുന്ന യേശുവിനോട് പീലാത്തോസ്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിച്ചിരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു എന്ന് യോഹന്നാൻ 19:12 രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും പീലാത്തോസ് ജനക്കൂട്ടത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാകുന്നു. ജനത്തെ പ്രീതിപ്പെടുത്തുവാൻ അവൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പീലാത്തോസിനെ പോലെയല്ലേ പ്രവർത്തിക്കുന്നത്? യേശുവിൻ്റെ മാർഗമാണ് ശരിയായ മാർഗമെന്ന് നമുക്കറിയാം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് നമുക്കറിയാം. യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ നിത്യജീവൻ ഉള്ളൂ എന്ന് നമുക്കറിയാം. യേശു പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ നിത്യരാജ്യത്തിൽ പ്രവേശനമുള്ളൂ എന്നും അറിയാം. എന്നാൽ നമ്മെ തന്നെയും മറ്റുള്ളവരെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി യേശുവിനെ തിരസ്കരിക്കുന്ന അവസ്ഥകൾ എത്രയോ നമ്മുടെ ജീവിതത്തിലുണ്ട്. സത്യമറിയാമെങ്കിലും എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുമെന്ന് കരുതി യേശുവിനെ ക്രൂശിക്കുന്നതിന് വിധി കൽപ്പിക്കുന്ന അനുഭവങ്ങളില്ലേ? അന്തിമ വാക്കുകൾ പീലാത്തോസിൻ്റെതായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ക്രൂശിക്കണമോ നാം സ്വീകരിക്കണമോ എന്നുള്ള വിധി കൽപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുമാകുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ക്രൂശിക്കുന്നവരായി തീരാതെ അങ്ങയിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.